നമസ്കാരം. ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നീക്കിയിരിപ്പുണ്ട് എന്ന് പറഞ്ഞൊരു മഹാനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മറന്നുപോയെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്താം. മൂപ്പരുടെ പേര് സാബു എം ജേക്കബ് എന്നായിരുന്നു. 2020യുടെ ചീഫ് കോർഡിനേറ്റർ ആയിരുന്നു. പിന്നീട് ഇദ്ദേഹം പറഞ്ഞതൊക്കെ നുണയാണെന്ന് കാലം തെളിയിക്കുന്ന കാഴ്ചയൊക്കെ ഉണ്ടായി. വേറെ ആരുമല്ല, സ്വന്തം പഞ്ചായത്തിലെ സെക്രട്ടറി തന്നെ പറഞ്ഞു അത് ലാഭമൊന്നുമല്ല, അത് നഷ്ടക്കണക്കാണ്. ജനങ്ങൾക്ക് കൊടുക്കേണ്ടിയിരുന്ന തുക കൊടുക്കാതിരുന്നതിനെ ലാഭം എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി സാബു എം ജേക്കബ് പറയുകയാണ് എന്നുള്ള കാര്യമൊക്കെ പറയുന്ന കാഴ്ചയൊക്കെ എല്ലാവരും കണ്ടു. ഇപ്പോ ആ പഞ്ചായത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് തിരക്കട്ടെ. എന്തായാലും ഇന്ന് അവിടെ പ്രതിപക്ഷത്തിന്റെ ഒരു വലിയ പ്രതിഷേധം നടന്നിരിക്കുന്നു. എന്താണ് കാരണം എന്ന് തിരക്കി കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പിക്കുന്ന പലതുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ NDA മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഈ 2020 ഏത് ആ സ്വഭാവം കാണിക്കുകയാണ്. അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ, സംഘപരിവാർ ഭരിക്കുന്ന പഞ്ചായത്തുകളൊക്കെ ഈ രീതിയിലുള്ള സമീപനമാണല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് പ്രതിപക്ഷ നേതാവിന്റെ തന്നെ ആ പ്രതികരണത്തിൽ നിന്ന് നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ 7 മാസമായിട്ട് ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർക്ക് വാർഡുകളിലെ തെരുവുവിളക്കുകൾ മെയിൻ്റനൻസ് ചെയ്യുവാൻ ഇതുവരെ പഞ്ചായത്ത് സൗകര്യം ചെയ്തു തന്നിട്ടില്ല. ഞങ്ങൾ അധികാരമേൽക്കുമ്പോൾ പഞ്ചായത്തിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു 4,80,000 രൂപയുടെ. ആ പ്രോജക്റ്റ് നടപ്പാക്കാതെ ആ പ്രോജക്റ്റ് സ്പിൽ ഓവർ ആക്കി കളയുകയാണ് ചെയ്തത്. ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടതാണ് തെരുവിളക്കുകളെല്ലാം കെട്ടിക്കിടക്കുകയാണ്, അത് നന്നാക്കണമെന്ന്. ഈ വർഷം 2026-27 വെറും 1 ലക്ഷം രൂപയാണ് കിഴക്കമ്പലം പഞ്ചായത്തിൽ തെരുവിളക്ക് മെയിൻ്റനൻസ്. ഈ പ്രതിപക്ഷ മെമ്പർമാരുടെ ആവശ്യം അവർ അവഗണിക്കുകയാണ് ചെയ്തത്. 2020 മെമ്പർമാരുടെ വാർഡുകളിൽ അത് കമ്പനി സ്പോൺസർഷിപ്പിലൂടെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു അവഗണനയാണ് പ്രതിപക്ഷ മെമ്പർമാരോട് ഈ പഞ്ചായത്ത് ഭരണസമിതി കാണിക്കുന്നത്. ഒരു വശത്ത് 2020 മെമ്പർമാരുടെ വാർഡുകളിൽ ലൈറ്റുകൾ തെളിഞ്ഞെടുക്കുകയും പ്രതിപക്ഷ മെമ്പർമാരുടെ വാർഡുകളിലെ തെരുവുവിളക്കുകൾ കെട്ടിയെടുക്കുകയും ചെയ്യുന്ന അവസ്ഥ. പഞ്ചായത്തിൽ കോടിക്കണക്കിന് രൂപ ബാക്കിയുള്ളപ്പോൾ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണിത്, ഈ ലൈറ്റുകൾ നന്നാക്കാതെ ജനങ്ങളെ ഇരുട്ടിലാക്കുന്നത്. അപ്പോൾ കിഴക്കമ്പലത്തെ ഇരുട്ടിലാക്കുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ 7 പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്തിൻ്റെ മുമ്പിൽ കുത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ചിട്ടാണ് ഞങ്ങൾ ഈ യോഗം കുത്തിയിരിക്കുന്നത്. ഇന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ 1 ലക്ഷം രൂപ വെച്ചിരുന്ന ടെൻഡർ എടുക്കാൻ ആരും വന്നില്ല. ഒരാൾ മാത്രമാണ് ടെൻഡറിൽ അറ്റൻഡ് ചെയ്തത്. അതുകൊണ്ട് ആ ടെൻഡർ അസാധുവായി. അപ്പോൾ ഇനിയും അത് റീടെൻഡർ ചെയ്യാമെന്നാണ് പറയുന്നത്. ഒരു 10 ലക്ഷം രൂപയെങ്കിലും ആക്കി കൂട്ടി വെച്ചിട്ട് റീടെൻഡർ ചെയ്താലേ എടുക്കാൻ ആരെങ്കിലും വരുള്ളൂ. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇത് ഈ 2020 തോറ്റ 7 വാർഡിലെ ജനങ്ങളെ വെല്ലുവിളിക്കുക, അവരെ ഇരുട്ടിലാക്കുക എന്നുള്ള ഒരു പണിയാണ്. തികച്ചും അന്ധമായ രാഷ്ട്രീയമാണ് ഈ 2020 കാണിക്കുന്നത്. ഈ വാർഡിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. ഇത് ജനങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർക്ക് പറയാനുള്ളത്. നോക്കൂ, ഈ നിലവിൽ 7 പേരാണ് അവിടെ പ്രതിപക്ഷമുള്ളത്. ആ 7 പേരുടെ വാർഡിലും തെരുവ് വിളക്ക് പോലും കത്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതായത് അവിടുത്തെ ജനങ്ങളൊക്കെ ഇരുട്ടിൽ നിൽക്കട്ടെ എന്ന സമീപനം സ്വീകരിക്കുകയാണ് 2020യുടെ ഭരണസമിതി. എന്നാൽ അവിടെ തെരുവ് വിളക്കുകൾ തെളിയിക്കണമെന്നും അവർക്ക് ഈ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ അതെല്ലാം അവിടെ ഉറപ്പാക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ പ്രതിഷേധം നടത്തുമ്പോൾ, ഇവർ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മുഖം തിരിക്കുന്ന ഒരു നിലപാടാണ് ഭരണസമിതി കാണിക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോക്കൂ, ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചാണ് ഈ പറയുന്ന പഞ്ചായത്തുകളൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിദാരുണമായ ഒരു പരാജയമല്ലേ നേരിട്ടത്. അതായത് 2020 എന്ന് പറയുന്ന പാർട്ടിയുടെ ചീഫ് കോർഡിനേറ്ററുടെ വാർഡിൽ പോലും അവരുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അതിദാരുണമായി തോൽക്കുന്ന കാഴ്ചയുണ്ടായില്ലേ. എന്നിട്ടും അവരുടെ ധാർഷ്ട്യവും അഹങ്കാരവും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ വീണ്ടും ജനങ്ങളെ വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് പ്രതിപക്ഷം ആവശ്യമായിട്ടുള്ള ഒരു അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തുമ്പോൾ ഇല്ല, ഞങ്ങൾ വഴങ്ങില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത് എവിടത്തെ നിലപാടാണ്? ഇതൊക്കെ അങ്ങ് UP യിലും ഗുജറാത്തിലും അങ്ങ് നടത്തിയാൽ മതി എന്നാണ് പറയാറുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. സിംഗപ്പൂർ മോഡലാണ് ഞങ്ങളുടെ പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞല്ലേ ഇവർ ആദ്യം തന്നെ ജനങ്ങളുടെ കയ്യിൽ നോട്ട് മേടിച്ചത്. എന്നിട്ട് സിംഗപ്പൂർ മോഡലായോ? മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളപ്പൊക്കമാണ്, അത് മാത്രമാണോ? ഒരു മൂത്രപ്പുര പോലും ഉണ്ടായിരുന്നു ആ പഞ്ചായത്തിൽ. എന്തിന്? ഒരു നല്ല ബസ് സ്റ്റാൻഡ് പോലും ഉണ്ടായിരുന്നു ആ പഞ്ചായത്തിൽ. ഈ അവിടെയുള്ള പ്രതിപക്ഷം അതിശക്തമായിട്ട് സമരം ചെയ്തതിന്റെ ഭാഗമായിട്ടല്ലേ ഇന്ന് അവിടെ അതൊക്കെ വന്നിട്ടുള്ളത് പോലും. അതൊക്കെ ജനങ്ങൾക്കറിയാവുന്ന വസ്തുതകളല്ലേ. അപ്പോ ജനങ്ങളെ മുഴുവൻ പറ്റിച്ച് അധികാരത്തിൽ വന്ന ഒരു പാർട്ടി, ഒരു സംഘപരിവാർ പാർട്ടി ഇപ്പോൾ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങൾ വളരെ വളരെ മോശമാണ്. ഇത് ജനാധിപത്യ സംവിധാനത്തെയും ജനാധിപത്യത്തെയും വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണെന്ന് പറഞ്ഞ് വെക്കാതിരിക്കാൻ കഴിയില്ല. ഇത്തരം ഫാസിസ്റ്റ് ഭരണങ്ങൾ
പൊതുവെ കേരളത്തിൽ ആര് നടത്തിയാലും നല്ലതല്ല എന്നാണ് പറയാറുള്ളത്. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവ് ഭരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ തീർച്ചയായും എന്തായാലും മുഖ്യമന്ത്രിയും MLAയും ഒക്കെ ഇടപെടേണ്ടതുണ്ട്. തീർച്ചയായും ഇതിനെതിരെ ശബ്ദം ഉയർത്തേണ്ടതുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. കാരണം 7 വാർഡിലുള്ള ജനങ്ങൾ നിലവിൽ ഇരുട്ടിലാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഇവിടെ ശബ്ദങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. ഇതിൽ രാഷ്ട്രീയമൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല. കാരണം ആ വഴി ഈ പറയുന്ന സംഘപരിവാറുകാരനും നടക്കുന്നുണ്ട്, അല്ലാത്തവരും നടക്കുന്നുണ്ട്, എല്ലാവരും നടന്നു പോകുന്നുണ്ട്. അവർക്കൊക്കെ വെളിച്ചം ആവശ്യമാണ്. അപ്പോ ഞങ്ങളെ ജയിപ്പിച്ചില്ല, അതുകൊണ്ട് ജയിപ്പിക്കാത്തവരൊക്കെ ഇരുട്ടിലിരിക്കട്ടെ എന്ന സമീപനം സ്വീകരിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. ഇത് ഇന്ത്യയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തക്കതായ മറുപടിയാണ് ഈ പറയുന്ന സാബു എം ജേക്കബിന്റെ പാർട്ടിക്ക് കൊടുത്തത്. സാബു എം ജേക്കബിന്റെ പാർട്ടി അതിദാരുണമായി തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. എന്നിട്ടും ഒരു പരാജയത്തിൽ നിന്നും ഒരു തിരുത്തൽ വരുത്താനോ ഒന്നും പഠിക്കാനോ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ജനങ്ങളെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിക്കും നിലനിൽപ്പില്ല എന്ന വസ്തുത എന്ന് ഇവർ തിരിച്ചറിയുമെന്ന് അറിയില്ല. പക്ഷേ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പോട് കൂടി തന്നെ 2020 എന്ന് പറയുന്ന ഈ ചോട്ടാ പാർട്ടി, ഈ ലോക്കൽ പാർട്ടി തകർന്ന് തരിപ്പണമാകും. ഇക്കണക്കിനാണ് പോക്കെങ്കിൽ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പ്രതിപക്ഷം ശബ്ദമുയർത്തുമ്പോൾ ഇത് ഇന്ത്യ മുന്നണിയാണ്, ഇന്ത്യ മുന്നണി ഞങ്ങൾ ആക്രമിക്കുകയാണ് എന്ന മുടന്ത ന്യായങ്ങളൊന്നും ഇറക്കിയിട്ട് കാര്യമില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഈ പറയുന്നത് പോലെ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ഓരോ ഭരണസമിതിയും വേണ്ടത്. പക്ഷേ അതിവിടെ ഈ പഞ്ചായത്തിൽ മാത്രം കാണുന്നില്ല. ഈ പഞ്ചായത്ത് എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ജനവിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. കഴിഞ്ഞ ടേമിലൊക്കെ അതായത് മണ്ഡലത്തിലെ MLAക്കൊപ്പം പോലും വേദി പങ്കിടരുത് 2020 പഞ്ചായത്ത് പ്രസിഡന്റുമാരും മെമ്പർമാരും എന്നൊക്കെ പ്രഖ്യാപനം നടത്തിയ ഒരു നേതാവായിരുന്നു സാബു എം ജേക്കബ്. നമ്മളതൊക്കെ കണ്ടതാണ്. നിരന്തരം ഈ പറയുന്നത് പോലെ MLAയുമായി കലഹിച്ചുകൊണ്ടിരുന്ന ഒരു ചീഫ് കോർഡിനേറ്ററും ഒപ്പം പാർട്ടിയുമായിരുന്നു ഈ 2020 എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഇനിയെങ്കിലും പ്രവർത്തിക്കാൻ അവിടുന്ന് ജനങ്ങൾ ജയിപ്പിച്ചുവിട്ടിട്ടുള്ള നിയമസഭാ സാമാജികർക്ക് പോലും നിരവധി ഫണ്ടുകളാണുള്ളത്. ആ ഫണ്ടുകൾ പോലും ഇവർ മേടിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടത്തിൽ പോലും അങ്ങനെ മേടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ ഈ കാലഘട്ടത്തിലും നിങ്ങൾ അത് തുടരരുത്. നിയമസഭാ സാമാജികർ, അതായത് MLAമാരുടെ ഫണ്ടുകളൊക്കെ നിങ്ങൾ മേടിക്കുകയും അത് കറക്റ്റായിട്ട് വിനിയോഗിക്കുകയും ഒക്കെ ചെയ്യണം. എന്നിട്ട് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ നിങ്ങൾ ജനങ്ങൾക്ക് നേരെ മുഖം തിരിച്ചിട്ട് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്ര രൂപയുടെ നീക്കിയിരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇനിയും ജനങ്ങളെ മണ്ടന്മാരാക്കരുത്. ഇനിയും നിരവധി ആളുകൾ, വീടില്ലാത്തവർ ആ കിഴക്കുമലം പഞ്ചായത്തിലുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. ഇനിയും പല ഇടങ്ങളിലും വികസനം എത്താത്ത ഇടങ്ങളുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയും ജനങ്ങളെ പറ്റിക്കരുത്. ഇനിയും UP മോഡലും ഈ പറയുന്ന നമ്മുടെ ഗുജറാത്ത് മോഡലും ഒന്നും ആക്കാൻ ശ്രമിക്കരുത് ആ കൊച്ചു കിഴക്കമ്പലത്തെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ. കഴിഞ്ഞ 7 മാസമായിട്ട് ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർക്ക് വാർഡുകളിലെ തെരുവിളക്കുകൾ മെയിൻ്റനൻസ് ചെയ്യുവാൻ ഇതുവരെ പഞ്ചായത്ത് സൗകര്യം ചെയ്തു തന്നിട്ടില്ല. ഞങ്ങൾ അധികാരമേൽക്കുമ്പോൾ പഞ്ചായത്തിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു 4,80,000 രൂപയുടെ. ആ പ്രോജക്റ്റ് നടപ്പാക്കാതെ ആ പ്രോജക്റ്റ് സ്പിൽ ഓവർ ആക്കി കളയുകയാണ് ചെയ്തത്.